മുല്ലപ്പെരിയാറിൽ ആശങ്ക വേണ്ട എന്ന് നമ്മുടെ മുഖ്യമന്ത്രി വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ജാഗ്രതയാണ് വേണ്ടതെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. ശരിയാണ് മുഖ്യമന്ത്രി, ഞങ്ങളൊക്കെ കുറേ കാലങ്ങളായിട്ട് നിതാന്ത ജാഗ്രതയിലാണ്. പക്ഷേ ഞങ്ങളുടെ ജാഗ്രത കൊണ്ട് ആസന്നമാകുന്ന ദുരന്തം വഴിമാറുകയോ അല്ലെങ്കിൽ ഇല്ലാതാവുകയോ ചെയ്യുമെന്ന് താങ്കൾക്ക് ഉറപ്പ് നൽകാൻ കഴിയുന്നുണ്ടോ? ഇന്ന് ഭാരത മക്കൾക്ക് എന്നും നൊമ്പരം സമ്മാനിക്കുന്ന വയനാട് ദുരന്തമുണ്ടാകാതിരിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ജാഗ്രത പുലർത്താൻ കഴിഞ്ഞോ? അല്ലെങ്കിൽ നിങ്ങളുടെ ജാഗ്രതയ്ക്ക് ആ ദുരന്തത്തിനെ തടഞ്ഞു നിർത്താൻ കഴിയുമായിരുന്നോ? അപ്പോൾ നിങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാനുള്ള പാഴ്ശ്രമത്തിലാണ് ഇവിടെയുള്ള രാഷ്ട്രീയ വേഷധാരികളൊക്കെ തന്നെ. അത് ഈ കേരള ജനത എന്നേ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഒരിക്കൽ, അതായത് ഭരണം കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് മുൻപ്, മനുഷ്യച്ചങ്ങല തീർത്തും ജനങ്ങളിൽ പരിഭ്രാന്തിയുടെ വിത്തുകൾ പാകിയും ഈ ഡാം സുരക്ഷിതമല്ലെന്നും പുതിയത് നിർമ്മിക്കണമെന്നുമൊക്കെ പറഞ്ഞ് മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു നിങ്ങൾ. അന്ന് നിങ്ങൾക്ക് ജാഗ്രതയല്ലായിരുന്നു ഉണ്ടായിരുന്നത്, ആശങ്ക മാത്രമായിരുന്നു. ഇപ്പോൾ ഭരണം കയ്യിലായപ്പോൾ ജനങ്ങളെ മറന്നു, അവരുടെ ആശങ്കകൾ മറന്നു. അയൽ സംസ്ഥാനത്തുള്ള ഒറ്റ മിത്രവുമായി ചേർന്ന് കേരള ജനതയെ ഒന്നടങ്കം വിഡ്ഢിവേഷം കെട്ടിക്കുകയാണ്. ഇന്ന് മുല്ലപ്പെരിയാറിന് ആസന്നമായ വിപത്ത് മലയാളികളുടെ ഉറക്കം കെടുത്തുകയാണെന്ന് നിങ്ങൾക്കറിയാം. കുഞ്ഞുങ്ങളെ ഓർത്ത് ഉറങ്ങാതിരിക്കുന്ന അമ്മമാരുടെന്ന് നിങ്ങൾക്കറിയാം. എല്ലാം നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടും പിറന്ന നാടും വളർന്ന വീടും ഉപേക്ഷിക്കാൻ മടിച്ച് മരണത്തിൻ്റെ ആർത്തിരമ്പത്തിന് കാതോർത്തിരിക്കുന്ന ഒരു ജനസമൂഹമാണ് ഇവിടെയുള്ളതെന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ട് നിങ്ങൾ ആ ദുരന്തം സംഭവിക്കുമെന്ന് പറയാൻ മടിക്കുന്നു. ജനങ്ങളുടെ ആശങ്കയകറ്റാൻ ഒരു ചെറുവിരൽ അനക്കാൻ പോലും നിങ്ങൾ ശ്രമിക്കുന്നില്ല. ഈ ജനതയെ പറ്റിച്ച് അവരുടെ സമ്പാദ്യത്തെ കൊള്ളയടിച്ച് ധൂർത്തും ആർഭാടവുമായി ജീവിക്കാൻ വേണ്ടി മാത്രം രാഷ്ട്രീയം തൊഴിലാക്കിയവരെയാണ് ഈ നാട് ഭരിക്കാൻ ഏൽപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ജനതയുടെ വിവരക്കേടും വിവേകമില്ലായ്മയും മുതലെടുക്കുന്ന ഭരണകൂടങ്ങൾക്ക് മുല്ലപ്പെരിയാർ ഒരു മുതൽക്കൂട്ടാണ്, അതറിയാം. പക്ഷേ അനേക ലക്ഷങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ട് ആശങ്ക വേണ്ട, ജാഗ്രത മതി എന്ന പുലമ്പൽ കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഇന്ന് ഈ കേരള ജനത. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടിരുന്ന നിങ്ങളുടെ ഈ വാക്കുകൾ ഒന്ന് മനസ്സ് തുറന്ന് കേൾക്കാൻ ശ്രമിച്ചാൽ ഇപ്പോൾ ആവർത്തിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടി വരും. മുല്ലപ്പെരിയാർ ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത്. അത്തരമൊരു ആപൽ സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് ഭൂചലനം കൂടെ ഉണ്ടായത്. റിച്ചർ സ്കെയിൽ 6 മേലെ ഭൂചലനം ഉണ്ടായാൽ ഈ ഡാം തകർന്നേക്കാൻ ഇടയുണ്ട്, തകരും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് മനസ്സിൽ വിചാരിക്കാമെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ദുരിതം വലുതാണ്. അപ്പൊ ആ ദുരന്തം ഒഴിവാക്കുന്നതിനാണ് 2 മാർഗങ്ങൾ പറയുന്നത്. ഒന്ന്, മുല്ലപ്പെരിയാർ ഡാം കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളം അത് 136 അടിയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് തകർന്നാലുള്ള കുത്തൊഴുക്കിന്റെ ശക്തി കുറക്കുന്നതിന് ആ വെള്ളം 120 അടിയിൽ നിജപ്പെടുത്തണം. ഇപ്പൊ 120 അടിയായി കുറക്കണം. അതോടൊപ്പം ഈ ഡാം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയൊരു ഡാം പണിയുക. പുതിയൊരു ഡാം പണിതതിന് ശേഷം വെള്ളത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കുറവുണ്ടാകുമോ എന്ന ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടവർക്ക് ചിലപ്പോൾ ഉണ്ടാകാം. കേരളം ഏകസ്വരത്തിൽ പറയുന്നു, തമിഴ്നാടിന് കൊടുക്കുന്ന വെള്ളം ഒരു തുള്ളി പോലും കുറവില്ലാതെ തമിഴ്നാടിന് നൽകുമെന്ന്. ഇപ്പോഴും നൽകുന്നുണ്ട്, അത് പുതിയ ഡാം നിർമ്മിച്ചാലും നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നടക്കണമെങ്കിൽ ചില ഇടപെടലുകൾ വേണം. ആ ഇടപെടലുകളാണ്
കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് വേണ്ടത്. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന മന്ത്രിപ്പണിയുടെ സുഖലോലുപതയുടെ ആലസ്യം വിട്ടൊഴിയാത്ത നിങ്ങൾക്ക് ഈ വാക്കുകൾ ഒരുപക്ഷെ ഇപ്പോൾ പരിചിതമാവാൻ വഴിയില്ല. കാരണം ഇപ്പോൾ പ്രതിപക്ഷമല്ലല്ലോ. സ്വാഭാവികമായും സംഭവിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ദുരന്തത്തിന് മുൻപിൽ ഞങ്ങൾക്ക് ആശങ്കയില്ല എന്ന് പറയുന്നതിൽ സുരക്ഷിതത്വം മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ ഈ പിന്നിക്കീറിയ പാറക്കെട്ടിന് ഇനി എത്ര കാലം കൂടി ആയുസ്സുണ്ടാകുമെന്ന് നിങ്ങൾ ജനങ്ങളോട് പറയൂ. ആധികാരികത ജനങ്ങളെ ബോധ്യപ്പെടുത്തൂ. അല്ലാതെ ഞാൻ തള്ളിപ്പിടിച്ചതുകൊണ്ട് തകരില്ല എന്ന് പറയുന്നത് കൊണ്ട് ജനങ്ങളുടെ ആശങ്ക അകലുമെന്ന് കരുതുന്നില്ല. ഈ ദുരന്ത നിർമ്മിതിയുടെ അവസാന നാളുകൾ ആസന്നമാണെന്ന് ബുദ്ധിയും വിവരവും വിവേകവുമുള്ള അനേകം ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ജനങ്ങളെ ഭരിക്കാനുള്ള വിവരം മാത്രം കൈമുതലായുള്ള നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാകണമെങ്കിൽ പ്രതിപക്ഷത്ത് വരണമായിരിക്കും. എന്തായാലും ഇപ്പോഴുള്ള നിർജ്ജീവമായ പ്രതിപക്ഷം നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് അനുകൂലമായത് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്നുണ്ട്. അത് ഈ ജനതയുടെ ഗതികേടാണ്. ആശങ്കപ്പെടാനുള്ള അവകാശമെങ്കിലും ജനങ്ങൾക്ക് നൽകുക. അങ്ങനെയെങ്കിലും കുറച്ച് ആശ്വസിക്കട്ടെ. ഒരു ജനത മുഴുവൻ മണ്ണും ചെളിയും തിന്ന് ഒടുങ്ങട്ടെ എന്ന് തീരുമാനിച്ചുറച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടവും അതിനെ മൗനമായി തുണയ്ക്കുന്ന നമ്മുടെ രാജ്യത്തെ മറ്റ് സംവിധാനങ്ങളും ഇവിടുത്തെ പ്രതിപക്ഷവുമൊക്കെ ലോകത്തിന് മുൻപിൽ വലിയൊരു തോൽവിയായിരിക്കും, നാണക്കേടായിരിക്കും. അത് മറക്കണ്ട.